നിർത്താതെയുള്ള ഫോൺ കോളുകൾ ഫൈസലിന് വന്നുകൊണ്ടേയിരിക്കുന്നു. വല്ലാതെ അസ്വസ്ഥനാകുന്നത് കണ്ട് കൂടെയുള്ള അൻവർ ചോദിച്ചു, നിനക്ക് എന്തുപറ്റി? നീ വരുമ്പോഴുള്ള സന്തോഷം നിന്റെ മുഖത്തിപ്പോൾ ഇല്ലല്ലോ, എന്തുപറ്റി? അതല്ലടാ, വീട്ടിൽ നിന്നാണ് സുഹറയാണ് വിളിക്കുന്നത്. എനിക്ക് തോന്നി നിന്റെ ഭാര്യ തന്നെയാണ് നിന്നെ വിളിക്കുന്നത് എന്ന്. അല്ലാതെ നിന്നെ ആരും ഇങ്ങനെ ശല്യം ചെയ്യില്ല. തിരിച്ചു വിളിച്ച് 4 തെറി അങ്ങോട്ട് പറ, അപ്പോൾ കൂടുതൽ ഇങ്ങോട്ട് വിളിക്കില്ല. അതൊക്കെ മോശമാണടാ. അതൊന്നും വേണ്ട, നമ്മുടെ കാര്യം കഴിഞ്ഞ് പോകുമ്പോൾ എടുത്തോളാം. അല്ലാതെ ഞാനെന്ത് പറയാൻ? ഫൈസൽ പറഞ്ഞു. നിനക്കറിയാമോ, ഞാനതാണ് പെണ്ണ് കെട്ടാത്തത്. ഇപ്പോൾ മനസ്സിലായോ? ഒരു ചായ കുടിക്കാൻ ആരെങ്കിലും ഒരു തേയിലത്തോട്ടം വാങ്ങുമോ? എടാ, അവൾ വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. പുലർച്ചെ എനിക്ക് ദുബായിലേക്ക് പോകണം. രാവിലെ 5:30 കരിപ്പൂരിൽ നിന്ന് എൻ്റെ ഫ്ലൈറ്റ്. ഞാനൊരു പ്രവാസിയല്ലടാ. ഞാൻ വന്നിട്ട് 30 ദിവസമായി. ഈ 30 ദിവസത്തിൽ ഞാൻ അവളുടെ കൂടെ കഴിഞ്ഞത് വെറും 6 ദിവസമാണ്. ഈ കൂട്ടുകാരും കൂട്ടുകെട്ടുകളും കൊണ്ട് ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങും. ഒന്നില്ലെങ്കിൽ രാത്രി ചെല്ലും, ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ്, ഇല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞ്. ഞാനങ്ങനെ ദിവസം പോയത് അറിഞ്ഞില്ല. ഇപ്പോൾ ഇന്നത്തെ രാത്രി അവളുടെ കൂടെ കഴിഞ്ഞ് രാവിലെ 5:30 പുലർച്ചെ പോകാമെന്ന് കരുതി. അതൊക്കെ നീ പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ നീ ഒന്ന് ഓർത്ത് നോക്ക് ഫൈസൽ, നീ ദുബായിൽ പോയി 1 വർഷം കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് നിന്റെ ഭാര്യയെയും മക്കളെയും എല്ലാവരെയും നോക്കിയിട്ട് നീ 30 ദിവസം ലീവിന് നാട്ടിൽ വരുമ്പോൾ നിനക്കും വേണ്ടേ എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ്? അങ്ങനെ കണ്ടാൽ മതി. ദിവസവും ചോറല്ലേ തിന്നുന്നത്, ഇടയ്ക്കിടയ്ക്ക് ഒരു ബിരിയാണിയും തിന്നടാ. നല്ല ദം ബിരിയാണി ഇപ്പോൾ എത്തും. നല്ല അടിപൊളി പെണ്ണ്. അത് പറഞ്ഞ് ചിരിച്ചു അൻവർ. നല്ല ഫ്രഷാണ് നമ്മുടെ ഓട്ടോക്കാരൻ കുമാരൻ ചേട്ടൻ. ഒരാഴ്ച മുന്നേ എനിക്ക് വാട്സപ്പിൽ വിട്ടു തന്നിരുന്നു ഒരു പെണ്ണിൻ്റെ ഫോട്ടോ. ഞാൻ നിനക്ക് ഇന്നലെയാണ് അത് വിടുന്നത്. എങ്ങനെയുണ്ട്? നീ കണ്ടതല്ലേ? സംഭവമെല്ലാം ഞാൻ കണ്ടതാണ്. കണ്ടിട്ട് ഒഴിവാക്കാനും തോന്നുന്നില്ല. പക്ഷേ സുഹറാനെ ആലോചിക്കുമ്പോൾ മനസ്സിലൊരു കുറ്റബോധമുണ്ട്. അത് എന്നെ വേട്ടയാടുന്നു. ഞാൻ വീട്ടിൽ പോയാലോ ഇന്ന്? ഇനി ഏതാനും മണിക്കൂറുകളല്ലേ ഉള്ളൂ. എനിക്ക് കരിപ്പൂരിൽ നിന്നല്ലേ ഫ്ലൈറ്റ്. പുലർച്ചെ ഞാൻ വീട്ടിൽ പോയാലോ? ഇനി ഞാൻ 1 വർഷം കഴിയണ്ടേ അവളെ കാണണമെങ്കിൽ? ഞാൻ പറയുന്നത് നീ ആദ്യം മനസ്സിലാക്ക് ഫൈസൽ. ഈ പെണ്ണ് എല്ലാ ആളുകളുടെയും കൂടെ പോകുന്ന ഒരു വ്യക്തിയല്ല. ഇത് 20 വയസ്സായിട്ടുള്ള ഇങ്ങനെ ഒരു ചാൻസ് ഇനി നമുക്ക് കിട്ടില്ല. ഫൈസലിൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തുകൊണ്ടിരുന്നു. വൈഫ് തന്നെയാണ്. ഫോൺ അവൻ ബിസിയാക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അവനത് എടുത്തു നോക്കി. ഇക്ക, നിങ്ങൾ എവിടെയാണ്? എന്താണ് ഇക്ക നിങ്ങൾ ഫോൺ എടുക്കാത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇക്ക? നിങ്ങൾ പോയാൽ ഇനി 1 വർഷം കഴിയില്ലേ വരാൻ? ഇന്ന് നിങ്ങൾ എങ്ങോട്ടും പോകരുത്. പുലർച്ചയ്ക്കുള്ള ഫ്ലൈറ്റിന് നിങ്ങൾക്ക് പോകണം. എൻ്റെ ഇക്കാക്ക് ഇഷ്ടമുള്ള തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും എല്ലാം എടുത്തു വെച്ച് ഞാനും മക്കളും കാത്തിരിക്കുകയാണ്. ഉപ്പ പോകുന്നത് കൊണ്ട് 2 മക്കളും ഉറങ്ങാതെ കാത്തിരിക്കുന്നു. മറുപടി ഒരു വോയിസ് ആയിട്ട് വാട്സപ്പിൽ കൊടുക്കാമെന്ന് കരുതി ഫോണെടുത്ത് വോയിസ് പറയാൻ നേരത്താണ് കുമാരേട്ടൻ അൻവറിനെ വിളിക്കുന്നത്. ഫൈസൽ, മിണ്ടാതെ നിൽക്ക്, കുമാരേട്ടൻ വിളിക്കുന്നു. ഞാനൊന്ന് സംസാരിക്കട്ടെ. നീ ആ ഫോൺ ഇങ്ങതാ. അൻവർ ഫൈസലിൻ്റെ ഫോൺ വാങ്ങി സ്വിച്ച് ഓഫ് ആക്കി. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്നവരാണ് ഫൈസലും അൻവറും. നാട്ടിൽ അൻവറിനെക്കുറിച്ച് അത്ര നല്ല മതിപ്പില്ല. നാട്ടുകാർക്ക് രാവിലെ മമ്മദിക്കാൻ്റെ ചായക്കട തുറക്കുന്നത് തന്നെ അൻവറിൻ്റെ കുറ്റം പറഞ്ഞിട്ടാണ് ആളുകൾ. നാട്ടുകാർ തന്നെ അൻവറിന് ഒരു പേരിട്ടു, മാമൻ അൻവർ. കാരണം പെണ്ണുപിടിയും കള്ളുകുടിയും ചീട്ടുകളിയും എല്ലാം ഉണ്ട് അൻവറിന് ശീലം. അറിയുന്ന ഒരാളും അൻവറിന് പെണ്ണു കൊടുക്കില്ല. അതുകൊണ്ട് അൻവറിന് വയസ്സ് 40ആയി. അൻവറിനോട് ഒരുപാട് കടപ്പാടുകളുണ്ട് ഫൈസലിന്. അതിന് കുറച്ച് കാരണങ്ങളുമുണ്ട്. ഫൈസലിൻ്റെ ഭാര്യ സുഹറ ആ നാട്ടിലെ ഒരു പ്രമാണിയുടെ മകളാണ്. 9 ആങ്ങളമാർക്ക് ഒരേ ഒരു പെങ്ങൾ. മാളിയേക്കൽ തറവാട്, പേരും പ്രസക്തിയുമുള്ള തറവാട്. ഫൈസലാണെങ്കിലോ അന്നത്തെ കാലത്ത് അവിടെ ഒരു ബസ്സിൽ ക്ലീനറായി ജോലി ചെയ്തു വരികയായിരുന്നു. സുഹറയെന്നും കോളേജിൽ പോകുന്നതും വരുന്നതും ഫൈസലിൻ്റെ ബസ്സിലാണ്. ഒരു ദിവസം ബസ്സിൽ നല്ല തിരക്കായിരുന്നു. ആളുകൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് കയറിക്കൊണ്ടിരുന്നു. ബസ് നിറഞ്ഞു. സ്ഥിരമായി പെണ്ണുങ്ങളുള്ള ഭാഗത്ത് പോയി വായി നോക്കി നിൽക്കുന്നവനും അതുപോലെ തന്നെ ബസ്സിലെ പെണ്ണുങ്ങൾക്ക് തോണ്ടിയും ജാക്കി വെക്കുന്നവനുമായ റഷീദ് അന്ന് ബസ്സിൽ കയറി. നല്ല തിരക്കുള്ള സമയമായിരുന്നു. ലേഡീസിന്റെ ഡോറിന്റെ ഭാഗത്തായിരുന്നു ഫൈസൽ ക്ലീനറായി നിന്നിരുന്നത്. കൺമഷി എഴുതിയ സുഹറയുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. തട്ടത്തിന്റെ ഇടയിലൂടെ അവളുടെ കണ്ണുകൾ നോക്കിയിരുന്നു അവൻ. അവൾ തിരിച്ചു നോക്കുമ്പോൾ അവൻ വേറെ എങ്ങോട്ടെങ്കിലും നോക്കുമായിരുന്നു. അങ്ങനെ പരസ്പരം അവരുടെ കണ്ണുകൾ പ്രണയം പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റഷീദ് സുഹറയെ തോണ്ടാൻ തുടങ്ങുന്നത്. ഫൈസൽ കാണുന്നത് സുഹറയുടെ പുറകിൽ നിന്ന് റഷീദ് ജാക്കി വെക്കൽ തുടങ്ങിയിരുന്നു.
സുഹറ മുന്നിലേക്ക് നീങ്ങും തോറും റഷീദും ഒപ്പം നീങ്ങിക്കൊണ്ടിരുന്നു. സഹിക്കാൻ വയ്യാതെ ഫൈസൽ ബെല്ലടിച്ചു. ബസ് നിർത്തി. അവൻ റഷീദിനെ എടുത്ത് പുറത്തേക്ക് വലിച്ചിട്ടു. ബസ്സിലുള്ള ആളുകളെല്ലാം നോക്കി നിൽക്കെ, നാട്ടുകാരൻ നോക്കി നിൽക്കെ മലപ്പുറത്തന്ന് ജനങ്ങളെല്ലാം കണ്ട ഒരു വലിയ തല്ലായി മാറി. അവിടെ നിന്ന് തുടങ്ങി ഫൈസൽ സുഹറ പ്രണയം. നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങി. മാസങ്ങളും വർഷങ്ങളുമായി നാട്ടിൽ പാട്ടായി. ഒപ്പം മമ്മദിക്കാന്റെ ചായക്കടയിലും ഇത് ചർച്ചാവിഷയമായി മാറി. മാളിയേക്കൽ തറവാട്ടിലെ ഒരേ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞ് ആളുകൾ പറഞ്ഞു തുടങ്ങി. ഒടുവിൽ സുഹറയ്ക്ക് നിക്കാഹ് നോക്കണമെന്ന് സുഹറയുടെ വീട്ടുകാർ തീരുമാനിച്ചു. സുഖമില്ലാത്ത ഉപ്പയും ഉമ്മയും ഒരു പെങ്ങളും അടങ്ങുന്ന 3 സെന്റിൽ ഒരു കൊച്ചു വീട്. അതാണ് ഫൈസലിന്റെ കുടുംബം. ഫൈസലാണ് ഏക ആശ്രയം ഫൈസലിന്റെ വീട്ടുകാർക്ക്. ഒടുവിൽ സുഹറയെയും കൊണ്ട് ഒളിച്ചോടുകയല്ലാതെ വേറെ നിവർത്തിയില്ല എന്ന് ഫൈസൽ തീരുമാനിച്ചു. അങ്ങനെ സുഹറയും ഇറക്കി അവൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ താമസിക്കാൻ വീടും ജോലിയും എല്ലാം, ഒപ്പം നിന്ന് സുഹറയെ നിക്കാഹ് കഴിക്കാൻ സഹായിച്ചതും എല്ലാം ഈ അൻവറായിരുന്നു. അതാണ് അൻവറിനോട് ഫൈസലിന് ഇത്രയും വലിയ കടപ്പാട്. വീണ്ടും അൻവറിന്റെ ഫോൺ ബെല്ലടിച്ചു. കുമാരേട്ടാ, ഞങ്ങൾ ഈ കോട്ടപ്പടി ജംഗ്ഷനിൽ 3 കൂടിയ സ്ഥലത്ത് ഉണ്ട്. നിങ്ങളെവിടെ? ഞാൻ നിങ്ങളെ കണ്ടു. നിങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ടോ, അതോ ഞാൻ എൻ്റെ ഓട്ടോറിക്ഷ എടുക്കണോ? കുമാരേട്ടൻ ചോദിച്ചു. വേണ്ട കുമാരേട്ടാ, ഞങ്ങളുടെ കയ്യിൽ കാറുണ്ട്. നിങ്ങൾ ഓട്ടോറിക്ഷയിൽ വേഗം വാ, നമുക്ക് പോകാം. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തേ? ഫൈസലിനോട് അൻവർ ചോദിച്ചു. എന്താണെന്നറിയില്ല, അവളെയും മക്കളെയും ഓർത്ത് എന്തോ ഒരു കുറ്റബോധം. നിനക്കറിയാലോ, ബാംഗ്ലൂരിൽ ഞാൻ 1 വർഷമാണ് കഷ്ടപ്പെട്ട് പണിയെടുത്ത് കുടുംബം നോക്കിയത്. അതിൻ്റെ ഇടയിൽ എൻ്റെ പെങ്ങൾ വന്നിരുന്നു ബാംഗ്ലൂരിൽ. നാട്ടിലെ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. 1 മാസം എല്ലാം എൻ്റെ വീട്ടിൽ സുഹറയുടെ ആളുകൾ മാറി മാറി വന്നിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിലെ ഖത്തീബിന് ഒരു മരണം വിളിച്ചറിയിച്ചു. മാളിയേക്കൽ അബൂ ഹാജിയുടെ മകൾ സുഹറ 21 വയസ്സ് മരണപ്പെട്ടു എന്ന്. എൻ്റെ ഭാര്യയെ അവർ ജീവനോടെ കബറടക്കി. എനിക്കും വാശിയായി. ഞാൻ ജീവിതത്തിൽ പൊരുതാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഗൾഫിലേക്ക് പോയി. 9 വർഷം കഷ്ടപ്പെട്ട് പ്രവാസിയായി അവിടെ ജോലി ചെയ്തു. ഒരു രാജകുമാരിയെപ്പോലെ സുഹറയെ ഞാൻ നോക്കി. എനിക്ക് വീടായി, കാറായി, എല്ലാ സൗകര്യങ്ങളുമായി. മാന്യമായി എൻ്റെ പെങ്ങളെ നിക്കാഹ് ചെയ്തയച്ചു. മതിയടാ, എല്ലാം എനിക്കറിയാവുന്നതല്ലേ, ഫൈസലിനോട് അൻവർ പറഞ്ഞു. അപ്പോഴേക്കും കുമാരേട്ടൻ വന്നു. ഇതാണോ നീ പറഞ്ഞ പുത്തൻ പണക്കാരൻ, ഗൾഫുകാരൻ? അതെ കുമാരേട്ടാ, ഇതാണ് ഫൈസൽ. കുമാരേട്ടൻ കൈ കൊടുത്തു ഫൈസലിന്. എങ്കിൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞ് അൻവർ കാറെടുത്തു. പുറകിൽ ഫൈസലും കുമാരേട്ടനും ഇരുന്നു. കാർ നീങ്ങുമ്പോൾ കുമാരേട്ടൻ ചോദിച്ചു. അൻവറേ, എന്താണ് ഫൈസലിനൊരു സന്തോഷമില്ലാത്തത്? അത് വേറെ ഒന്നും തന്നെയല്ല കുമാരേട്ടാ, നാളെ പുലർച്ചെ അവൻ ഗൾഫിലേക്ക് പോവുകയല്ലേ, ലീവെല്ലാം കഴിഞ്ഞ്, അതിൻ്റെ വിഷമമാണ്. അല്ല കുമാരേട്ടാ, എങ്ങനെ ഒപ്പിച്ചു ഈ പെണ്ണിനെ? നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അൻവർ ചോദിച്ചു. ഈ പെണ്ണ് വേറെ ആരും തന്നെ അല്ലടാ, നമ്മുടെ തെങ്ങുകയറ്റക്കാരൻ വേലായുധനല്ലേ, ആ മരിച്ച വേലായുധേട്ടൻ. എനിക്കറിയാം. ആ, അവരുടെ മകളാണ്. ഒരു മോളേ ഉള്ളൂ. ഇപ്പോൾ അമ്മ എന്തോ അസുഖമായി കിടപ്പിലാണ്. എന്നോട് കുറച്ച് നാൾ മുന്നേ ഒരു ജോലി ശരിയാക്കി തരുമോ എന്ന് ചോദിച്ചിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് അവൾ എന്നോട് ഫോൺ വിളിച്ചൊരു 5000 രൂപ കടം ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല, ഓട്ടോ ഓടിയിട്ട് വേണം ജീവിക്കാൻ, അതുകൊണ്ട് എൻ്റെ കയ്യിലൊന്നും തന്നെയില്ല, ഭാര്യയും 3 മക്കളും ഇല്ലേ മോളെ എന്ന് പറഞ്ഞു. അതല്ല കുമാരേട്ടാ, എൻ്റെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാനാണെന്ന്. ഒരു പാകവും ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഗൾഫിൽ നിന്ന് വന്നതാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ അവൻ്റെ കയ്യിൽ നിന്നും ഒരു 10000 രൂപ വായ്പ വാങ്ങിത്തരാം. നീ അവൻ്റെ കൂടെ ഒരു രാത്രി വെറുതെ സംസാരിച്ചിരുന്നാൽ മതി. അവനതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ഒന്നും മറുപടി പറയാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. അനിത. കുറച്ച് സമയം കഴിഞ്ഞ് അവൾ വീണ്ടും വിളിച്ചു. എന്നോട് പറഞ്ഞു, ഞാൻ വരാം, എൻ്റെ അമ്മയ്ക്കിപ്പോൾ തീരെ സുഖമില്ല, കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. അതുകൊണ്ട് നിങ്ങൾ എനിക്കിപ്പോൾ ഒരു 5000 രൂപ വാങ്ങിത്തരാമോ? 4 ദിവസം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അപ്പോൾ എനിക്ക് ബാക്കി നിങ്ങൾ വാങ്ങിത്തന്നാൽ മതിയെന്ന് കരാറ് പറഞ്ഞു അവൾ. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5000 രൂപ അത് അവൾക്ക് കൊടുത്തു. ഗൾഫുകാരൻ തന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈസലിനോട് ചോദിച്ചു, ആ കുട്ടി നിങ്ങളോട് പണം ചോദിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടായിട്ടെന്തേ നിങ്ങൾ കൊടുക്കാഞ്ഞത് എന്ന്. ചിരിച്ചുകൊണ്ട് കുമാരേട്ടൻ പറഞ്ഞു, അതൊക്കെ കച്ചവടം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നുള്ളൂ. പിന്നെ നിനക്കൊരുപാട് ഭാഗ്യമുണ്ട് ഫൈസൽ, ആരും തൊടാത്ത ഒരു ഫ്രഷ് കിട്ടിയില്ലേ, നീ ഭാഗ്യമുള്ളവനാണ്. നിന്റെ കഴിഞ്ഞാൽ എനിക്കാണ് ഭാഗ്യം. ഇനി എനിക്ക് കസ്റ്റമറെ ഉണ്ടാക്കാം, ധൈര്യമായി ഇവളെ കൊണ്ട് നടന്ന് പണം ഉണ്ടാക്കാം.
ചെറുപ്പമല്ലേ, 20 വയസ്സായിട്ടേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് ഫൈസലിനെന്തോ അധികം കുറ്റബോധം മനസ്സിന് തോന്നി തുടങ്ങി. ഞാൻ കാരണം എൻ്റെ കൈകൊണ്ടൊരു പെണ്ണ് നശിക്കുക, അതൊന്നും ഫൈസൽ അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മനസാക്ഷി എന്ന സംഭവം ഫൈസലിനെ വല്ലാതെ വേദനിപ്പിച്ചു. വേണ്ട അൻവർ, നമുക്ക് തിരിച്ചു പോകാം. അടുത്ത തവണ ഞാൻ വരുമ്പോൾ നോക്കാം. എനിക്കെന്തോ വിഷമം പോലെ അവൻ പറഞ്ഞു. അത് കേട്ട് കുമാരേട്ടൻ പറഞ്ഞു, നിന്നെ ഞാൻ ഉഷാറാക്കി തരാം അൻവറെ. അടുത്ത ഒരു കട കണ്ടാൽ അവിടെ നിർത്തിക്കോ, കുറച്ച് സാധനം തിന്നാനും ഒരു കുപ്പി വെള്ളവും വാങ്ങിക്കോ. ഞാൻ സ്വന്തമായി വാറ്റി ഉണ്ടാക്കിയ വാറ്റുണ്ട് എൻ്റെ കയ്യിൽ എന്ന് പറഞ്ഞ് അറയിൽ നിന്ന് കുപ്പിയെടുത്തു കുമാരേട്ടൻ. കാർ ഒരു ഭാഗം സൈഡാക്കി നിർത്തി അവർ 3 പേരും കാറിലിരുന്ന് കുമാരേട്ടൻ വാറ്റിയ വാറ്റ് കുടിച്ചുകൊണ്ടിരുന്നു. ഫൈസൽ ആദ്യം പറഞ്ഞു എനിക്ക് വേണ്ട എന്ന്. ലാസ്റ്റ് അവരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി അവൻ കുടി തുടങ്ങി. മദ്യത്തിൻ്റെ ലഹരിയിൽ ഫൈസലിൻ്റെ മൂഡ് ആകെ മാറി. അൻവറിൻ്റെയും കുമാരേട്ടൻ്റെയും. അവർക്കൊരു ഉത്സവമായി തോന്നി അന്നത്തെ ദിവസം. ആ സമയം മദ്യത്തിൻ്റെ ലഹരിയിൽ. കാർ 5 കിലോമീറ്റർ പോയപ്പോൾ കുമാരേട്ടൻ കാർ നിർത്താൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ വരാം അനിതയും കൂട്ടി എന്ന് പറഞ്ഞ് ഫൈസലിൻ്റെ കയ്യിൽ നിന്നും 15,000 രൂപയും വാങ്ങി കുമാരേട്ടൻ നടന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പട്ടുപാവാടയും ബ്ലൗസും ഇട്ട് ഒരു പെൺകുട്ടിയും കൂട്ടി കുമാരേട്ടൻ വരുന്നത് കണ്ടു. അൻവർ അടിമുടി നോക്കിയിട്ട് ഫൈസലിനോട് പറഞ്ഞു, എടാ ഇത് 20 വയസ്സും തോന്നിക്കത്തില്ല, ചള്ളാണെന്ന് പറഞ്ഞു. മദ്യലഹരിയിലാണെങ്കിലും ഫൈസലിന് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ കുറ്റബോധം തോന്നി തുടങ്ങി. അനിത കാറിൽ കയറിയപ്പോൾ അൻവറിനെയും ഫൈസലിനെയും മാറി മാറി നോക്കി. സിംഹത്തിൻ്റെ മുന്നിൽപ്പെട്ട ഒരു മാനിനെ പോലെ അവൾ ഒന്ന് പേടിച്ചിരുന്നു. കുമാരേട്ടൻ അൻവറിനോട് പറഞ്ഞു, എടാ ശ്രദ്ധിച്ചു പോകണമെന്ന്. ഞാൻ നക്ഷത്ര ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ട്. നീ അവിടെ പോയി എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി. റൂമിൻ്റെ താക്കോൽ അവർ നിനക്ക് തരും. പിന്നെ കാറിലുള്ള സാധനവും അടിച്ച് നീ കാറിൽ കിടന്നു. അവർ വരുമ്പോൾ വന്നാൽ മതി. ശരി പറഞ്ഞ് കാറ് നീങ്ങാൻ തുടങ്ങി. അപ്പോൾ അൻവർ പറയുന്നുണ്ട്, നിന്റെ ഭാഗ്യമാണ്, അടുത്തേക്കിരുന്നു. എന്തിനാ നീ ഇങ്ങനെ വിട്ടിരിക്കുന്നത് എന്ന്. വേണ്ടാടാ, നമുക്കിവളെ അവളുടെ വീട്ടിലിറക്കാം. നമുക്ക് തിരിച്ചു പോകാം. വേണ്ട, എനിക്ക് എന്തൊക്കെയോ ഒരു വിഷമം പോലെ തോന്നുന്നു അൻവർ പറഞ്ഞു. നീ അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കൂ, അപ്പോൾ നിന്റെ വിഷമം എല്ലാം തീരും എന്ന് പറഞ്ഞ് അൻവർ പോക്കറ്റ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് കയറി. കോഴിക്കോട് മലപ്പുറം ഹൈവേ. മദ്യത്തിൻ്റെ ലഹരിയും AC-യിലെ തണുപ്പും അതുപോലെ തന്നെ ഹൈവേ റോഡും. അവൻ കാറിൽ 100 സ്പീഡിൽ പോയിക്കൊണ്ടിരുന്നു. ഫൈസൽ പറയുന്നുണ്ട്, അവൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഞാൻ മൂഡായിട്ടൊന്നുമില്ല, എനിക്കറിയാം, ടെൻഷനാകണ്ട. നിനക്കിനി ആകെ 4 മണിക്കൂർ സമയമുള്ളൂ. പുലർച്ചെ നിനക്ക് വീട്ടിലെത്തി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് പോകേണ്ടതല്ലേ എന്ന്. അവൾ ഇതെല്ലാം കേട്ടും പറഞ്ഞിട്ടും കണ്ടിട്ടും പേടിച്ചങ്ങനെ ആരോടും ഒന്നും മിണ്ടാതെ ഒരു സൈഡിൽ തന്നെ ഇരുന്നു. ഒരു വളവെത്തുമ്പോൾ ഒരു ലോറിക്ക് മുന്നിൽ അതിനെ ഓവർടേക്ക് ചെയ്ത് അൻവർ കയറിപ്പോയി. പക്ഷേ എറണാകുളം കോഴിക്കോട് ബസ് വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ്റെ ശ്രദ്ധ വിട്ടു. നേരെ കാറും ബസ്സുമായി കൂട്ടിയിടിച്ചു. കാറിൽ നിന്ന് അൻവർ തെറിച്ചു വീണു. ഒരു ലോറിയുടെ അടിയിലേക്ക് പോയി. അതിൻ്റെ മുൻവശത്തെയും പുറകുവശത്തെയും ചക്രം കയറി ഇറങ്ങി. തത്സമയം അൻവർ അവിടെ തന്നെ കിടന്നു മരിച്ചു. ബസ് സൈഡിലേക്ക് പോയി ഒരു മതിൽ പൊളിച്ചു നിന്ന്. ബസ്സിലുള്ള ഡ്രൈവർക്ക് പരിക്ക്, ചില ആളുകൾക്ക് ഗുരുതരം, ചില ആളുകൾക്ക് പരിക്കും. എല്ലാവരും ഓടിക്കൂടി. ഹൈവേ മൊത്തം ഫയർഫോഴ്സും അതുപോലെ തന്നെ ആംബുലൻസുമായി. ആളുകൾ നിറഞ്ഞു കവിഞ്ഞു. ഒടുവിൽ എല്ലാവരെയും നാട്ടുകാരും ആളുകളും ചേർന്നെടുത്ത് ഹോസ്പിറ്റലിലെത്തിച്ചു. ആംബുലൻസ് 2ഉം 3ഉമായി ആളുകളുമായി ചീറിപ്പാഞ്ഞു. കോഴിക്കോട് നടക്കാവ്. ഹോസ്പിറ്റൽ സമയം പുലർച്ചെ 4 മണി. ഫോണിലേക്ക് വിളിച്ചിട്ടൊന്നും തന്നെ കിട്ടുന്നില്ല. പല കൂട്ടുകാരെയും സുഹറ വിളിച്ചുകൊണ്ടേയിരുന്നു. ആർക്കും അറിയില്ല ഫൈസൽ എങ്ങോട്ട് പോയി എന്ന്. 5:30-നാണ് കരിപ്പൂരിൽ നിന്ന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ്. ഫൈസലിന് 5 മണിയായപ്പോൾ സുഹറയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. നിങ്ങൾ ഫൈസലിൻ്റെ ആരെങ്കിലും ആണോ എന്ന ചോദ്യം. എന്തു പറയണം മറുപടി എന്ന് അറിയാതെ ഒരു നിമിഷം അവൾ ചിന്തിച്ചു. ഒടുവിൽ പറഞ്ഞു, ഞാൻ ഭാര്യയാണ്. ഇത് കോഴിക്കോട് നടക്കാവ് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഇവിടെ ഹൈവേയിൽ ഒരു കാറും ബസ്സും കൂട്ടിയിടിച്ചു. കാറിലൊരു സ്ത്രീയും ഒരാളും ഉണ്ടായിരുന്നു. കാറിൽ നിന്ന് ഡ്രൈവർ റോഡരികിലുമായി കിടന്നിരുന്നു. 3 പേരും മരിച്ചു. ബസ്സിലുള്ള എല്ലാവർക്കും ഗുരുതരമായി പരിക്കുണ്ട്. ആരും തന്നെ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അതിന് മറുപടിയൊന്നും പറയാതെ അവിടെ തന്നെ സുഹ്റ ബോധം കെട്ടു വീണു. ഉമ്മ ഫോണുമായി ബോധം കെട്ട് വീഴുന്നത് കണ്ട് മൂത്ത കുട്ടിയും താഴെയുള്ള കുട്ടിയും ഓടി വന്നു. കുട്ടികളുടെ കരച്ചിൽ കേട്ട് അയൽവാസികളും നാട്ടുകാരും ആളുകളുമെല്ലാം ഓടിക്കൂടി വെള്ളമെടുത്ത് സുഹ്റയുടെ മുഖത്ത് തളിച്ചു. സുഹ്റയ്ക്ക് ബോധം വരുമ്പോൾ സുഹ്റ 2 മക്കളെയും കെട്ടിപ്പിടിച്ച് അലറിക്കരഞ്ഞു. സുബഹി നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ പള്ളിയിൽ നിന്ന് മുക്രി മൈക്കിലൂടെ ഫൈസലിൻ്റെയും അൻവറിൻ്റെയും മരണവാർത്ത അറിയിച്ചു. പുലർച്ചെ 5:30-നുള്ള ഫ്ലൈറ്റിൽ ദുബായിലേക്ക് പോകാനുള്ള ഫൈസലിൻ്റെ മൃതശരീരം വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഫൈസലിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കിടത്തിയിട്ടുണ്ട്. ആളുകൾ വന്നുകൂടുന്നു. മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു.
മലപ്പുറം ജില്ലയിൽ ഏറ്റവും വലിയ അപകടം, കൂടുതൽ ആളുകൾക്ക് പരിക്ക്, 3 മരണം. മാധ്യമങ്ങൾ ഓരോന്നായി പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ജനങ്ങൾ ആ നാടിന്റെ മൊത്തം കണ്ണീരായി. കുട്ടിക്കാലം മുതലേ കളിച്ചു വളർന്ന അൻവറിനും ഫൈസലിനും അടുത്തടുത്തായി 2 കബറിടം പള്ളിയിലൊരുങ്ങി. അമ്മയ്ക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോയ അനിത, അവളുടെയും മൃതശരീരം വീട്ടുവളപ്പിൽ. മാസങ്ങൾ കടന്നുപോയി. ആരും തന്നെ തിരിഞ്ഞു നോക്കിയില്ല. ആരുടെയും മുന്നിൽ സുഹ്റ കൈനീട്ടി ചെന്നതുമില്ല. സ്വന്തം ജനിപ്പിച്ച ഉപ്പയും ഉമ്മയ്ക്കും ആർക്കും തന്നെ, കൂടപ്പിറപ്പുകളും ഒന്നും തന്നെ തിരിഞ്ഞു നോക്കിയില്ല സുഹ്റയെ. സുഹ്റയുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ചോദ്യചിഹ്നമായിരുന്നു: ആരാണ് ആ സ്ത്രീ? ആ പെൺകുട്ടി എന്തിന് ഫൈസലിൻ്റെ കാറിൽ? ആ ഒരു ചോദ്യചിഹ്നം മാത്രമായി ഉത്തരം കിട്ടാതെ നിന്നു. ഒരു 7 മാസങ്ങൾക്ക് ശേഷം ഗൾഫിൽ നിന്ന് സുഹ്റയ്ക്ക് ഒരു ഫോൺ വന്നു. ഗൾഫിൽ ഫൈസൽ ജോലി ചെയ്ത കമ്പനിയിൽ നിന്നാണ്. ഇവിടെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തീരുമാനമുണ്ട്. ഫൈസലിൻ്റെ ജോലി നിങ്ങൾക്ക് തരാനാണ്. നിങ്ങൾക്ക് ജോലി തരാൻ ഞങ്ങൾ ഉറപ്പിച്ചു. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ജോലിയിൽ കയറാമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സുഹ്റയ്ക്ക് അതൊരു ആശ്വാസവാക്കായി. അവൾ തീരുമാനിച്ചു, മക്കൾക്ക് വേണ്ടി ആരുടെ മുന്നിലും കൈനീട്ടാതെ ജീവിക്കണമെന്ന്. അവൾ ജോലിയിൽ തുടരാൻ തന്നെ തീരുമാനിച്ചു. പോകുന്നതിന് മുൻപ് സുഹ്റ ഫൈസലിൻ്റെ ആക്സിഡൻ്റായ പേപ്പർ സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്ന് ആ മരിച്ച പെൺകുട്ടിയുടെ അഡ്രസ്സ് എടുത്ത് അവളുടെ വീട്ടിൽ സുഹ്റ പോയി. അവളുടെ അമ്മ കിടപ്പിലായിരുന്നു. ആ അമ്മ പറഞ്ഞു, ഒരു ഗൾഫുകാരൻ വന്നിട്ടുണ്ട്, അവൻ മുഖാന്തരം ജോലിയുണ്ട് എന്ന് പറഞ്ഞ് കുമാരേട്ടൻ എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് പോയതാണ് എന്ന്. സുഹ്റ വേറെ ഒന്നും ചിന്തിച്ചില്ല. കാരണം ഫൈസൽ നല്ലവനായിട്ട് സുഹ്റ ഇന്ന് വരെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവർ ഇത്രയും കഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ വല്ല ജോലിയും വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഫൈസൽ സുനിതയെ കൊണ്ടുപോയതാകാം എന്ന് ചിന്തിച്ചു സുഹ്റ. കയ്യിൽ കരുതിയ 5000 രൂപ ആ അമ്മയുടെ തലയണയുടെ അടിയിൽ വെച്ച് സുഹ്റ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഞാൻ എല്ലാ മാസവും അയച്ചു തരാം. ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് പോവുകയാണ് എന്ന്. മൂത്ത മകന് 13 വയസ്സായിട്ടുള്ളൂ. ചെറിയ മോൾക്ക് 8 വയസ്സും. മൂത്ത മകനെ അടുത്തിരുത്തി പറഞ്ഞു സുഹ്റ, ഞാൻ ഉപ്പച്ചിയുടെ ജോലിക്ക് ദുബായിലേക്ക് പോവുകയാണ്. നമുക്ക് ജീവിക്കണം. ആരുടെ മുൻപിലും നമ്മൾ കൈ നീട്ടാൻ പാടില്ല. നമ്മുടെ ഉപ്പ നമ്മളെ അതാണ് പഠിപ്പിച്ചത്. ഉപ്പാൻ്റെ ജീവിതവും അതാണ് നമുക്ക് കാണിച്ചു തന്നത്. ഞാൻ മോളെയും കൂട്ടി പോകാം. നീ ഇവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിക്കണം. കാരണം ഉപ്പച്ചിയെ ഒറ്റയ്ക്കിട്ടിട്ട് പോയാൽ ഉപ്പച്ചിക്ക് സങ്കടമാകും. നീ എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കരിച്ച് ഉപ്പച്ചിയുടെ കബറിടത്തിൽ പോയി ദുവാ ചെയ്യണമെന്നും ഉപ്പച്ചിക്ക് വേണ്ടി ഒരു യാസീൻ ഓതണം. ഞാൻ ചെയ്യാം ഉമ്മച്ചി. ഉപ്പച്ചിക്ക് വേണ്ടി ഞാനിവിടെ നിന്നോളാം. എല്ലാ ആഴ്ചയിലും ഉപ്പച്ചിയുടെ കബറിടത്തിൽ പോയിക്കൊള്ളാം. ഉമ്മച്ചി ധൈര്യമായി പോയിക്കൊള്ളൂ. വർഷങ്ങൾ കടന്നുപോയി. ഇന്നും സുഹ്റ ആ വീട്ടിലുണ്ട്. കോഴിക്കോടുള്ള, അതായത് ഫൈസൽ ഉണ്ടാക്കി കൊടുത്ത അതേ വീട്, അതുപോലെ ഒന്നും തന്നെ മാറ്റം ചെയ്യാതെ ഇന്നും ഫൈസലിൻ്റെ ഓർമ്മകളുമായി സുഹ്റ ആ വീട്ടിലുണ്ട്. മോൻ ഗൾഫിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയിലെ മാനേജറായി ജോലി ചെയ്യുന്നു, വലിയ ശമ്പളവുമായി. മോള് പഠിച്ച് ഒരു ഡോക്ടറായി ഇവിടെ കോഴിക്കോട് തന്നെ പേര് കേട്ട ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറായി ജോലി ചെയ്യുന്നു. പ്രവാസിയുടെ ഭാര്യയായിട്ടും പ്രവാസിയായിട്ടും ആ വീട്ടിൽ നിന്ന് ഫൈസലിൻ്റെ ഓർമ്മകളുമായി സുഹ്റ കഴിയുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.